എല്ലാവർക്കും അനൂസ് ഫുഡ് വേൾഡിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ നമ്മളിന്നൊരു 4 മണി പലഹാരമാണ് തയ്യാറാക്കി കാണിക്കുന്നത്. ബ്രെഡും നാളികേരവും വെച്ചിട്ടാണ് ഈ ഒരു പലഹാരം തയ്യാറാക്കി എടുക്കുന്നത്. വളരെ സിമ്പിളായിട്ട് എന്നാൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പലഹാരമാണ് കേട്ടോ. നമ്മൾ ചായ തിളയ്ക്കാൻ വെക്കുന്ന സമയത്ത് തന്നെ ആ ചായ തിളച്ചു വരുന്ന സമയം കൊണ്ട് തന്നെ തയ്യാറാക്കി എടുക്കാവുന്ന സിമ്പിളായിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പലഹാരം എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കണേന്ന് നോക്കാം. അപ്പോൾ ചെറിയൊരു വീഡിയോ ആണ്, കൂട്ടുകാർ മുഴുവനായിട്ട് കാണാനും കൂടി ഒന്ന് ശ്രദ്ധിച്ചേക്കണേ പ്ലീസ്. ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുതേ. അപ്പോൾ ഇതിനായിട്ട് ഞാനിവിടെ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒരു 5 സ്ലൈസ് ബ്രെഡ് ഇതുപോലെ ഒന്ന് പൊട്ടിച്ചിട്ട് കൊടുക്കുകയാണ്. കൈ വച്ചിട്ട് ഇതുപോലെ ഒന്ന് പൊട്ടിച്ചിട്ട് കൊടുത്താൽ മതി കേട്ടോ. ഇനി നമുക്കിതിലേക്ക് നാളികേരം ചിരകിയത് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു പകുതി നാളികേരം ചിരകിയതാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് നല്ലൊരു ഫ്ലേവറിനായിട്ട് കുറച്ച് ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ ഞാൻ 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പഞ്ചസാര ഓപ്ഷണലാണ്, നിങ്ങൾക്ക് താല്പര്യമില്ലെങ്കിൽ പഞ്ചസാര ഒഴിവാക്കിക്കോളൂ, എങ്കിലും ടേസ്റ്റ് തന്നെയാണ്. പഞ്ചസാര ചേർക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ടാവുമെന്ന് മാത്രം. നമ്മളിതിൽ വെള്ളമൊന്നും ഒഴിക്കാണ്ട് നന്നായി തന്നെ ഒന്ന് ചതച്ചെടുക്കുകയാണ്. അപ്പോൾ ഇതാ നമ്മൾ നന്നായി തന്നെ ഒന്ന് കറക്കി മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ടൊന്ന് കറക്കി എടുത്തിട്ടുണ്ട്. ആ നാളികേരത്തിൻ്റെ നനവ് മാത്രമേ ഉള്ളൂ, നമ്മൾ സെപ്പറേറ്റ് വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ല. ഞാനിതിലേക്ക് കുറച്ച് പാലൊന്നും കൂടി പോകരുത് കേട്ടോ. ഞാനത് 1 സ്പൂൺ അളവിൽ പാൽ ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ. ഇതുപോലെ ഒഴിച്ചിട്ട് നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്ത് അത് നമുക്ക് ഉരുട്ടിയെടുക്കാൻ പാകത്തിന് ആയി കിട്ടണം. ഇപ്പം നാളികേരത്തിൻ്റെ നനവ് കൂടുതലാണെങ്കിൽ നമുക്ക് പാൽ ഒഴിക്കേണ്ടി വരുമൊന്നുമില്ല കേട്ടോ. അപ്പോൾ അതാ ഞാൻ ഇതുപോലെ ഉരുട്ടിയെടുക്കുന്നുണ്ട്. ഒരു ചെറിയ ലഡുവിൻ്റെ വലുപ്പത്തിൽ നമുക്ക് എല്ലാം തന്നെ ഉരുട്ടിയെടുക്കാം. ഇത് ഫ്രൈ ചെയ്തെടുത്താൽ മാത്രം മതി. നല്ല ചൂടായ ഓയിലിലേക്ക് നമുക്ക് ഈ ബോൾസ് ഓരോന്ന് ഇതുപോലെ ഇട്ട് കൊടുക്കാം. നമ്മൾ എണ്ണ ചൂടായി കഴിഞ്ഞാൽ തീ നന്നായിട്ട് കുറച്ചിടണം. അതിനുശേഷം ഒരു സൈഡൊന്ന് മൊരിഞ്ഞു വരുമ്പോൾ തിരിച്ചിട്ട് കൊടുക്കുക. വീണ്ടും മറ്റു സൈഡൊന്ന് മൊരിഞ്ഞു വരുമ്പോൾ നമുക്കിതൊന്ന് കോരിയെടുക്കാം കേട്ടോ. അല്ലാതെ കുറേ സമയം അതിനുള്ളിൽ കുത്തിയിളക്കൊന്നും ചെയ്യരുത്. ബ്രെഡ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് കരിഞ്ഞു പോകാനായിട്ട് സാധ്യതയുണ്ട്. 2 സൈഡും ജസ്റ്റ് ഒന്ന് മുരിച്ചെടുത്താൽ മാത്രം മതി, ഒരു കോട്ടിംഗ് പോലെ വന്നാൽ മതി കേട്ടോ. അപ്പോൾ വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാവുന്ന ഒരു ബ്രെഡും നാളികേരവും വെച്ചിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്കാണ്. കണ്ടല്ലോ, അപ്പോൾ ഈ ഒരു രീതിയിൽ ബാക്കിയുള്ളതെല്ലാം തന്നെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കണം കേട്ടോ. ഒരു 5 മിനിറ്റ് പോലും വേണ്ട നമുക്കിത് റെഡിയാക്കി എടുക്കാനായിട്ട്. അപ്പോൾ കുട്ടികളെല്ലാവരും തയ്യാറാക്കി നോക്കുക. ഇഷ്ടപ്പെട്ടാൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പോൾ അടുത്ത ദിവസം നല്ലൊരു റെസിപ്പിയുമായിട്ട് വേഗം വരാം കേട്ടോ. താങ്ക്